السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റൗളത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, മയ്യത്ത് പരിപാലനം പാർട്ട് 11. മയ്യത്ത് കുളിയുടെ ആരംഭത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാല് കഷ്ണം തുണി കയ്യിൽ ചുറ്റാൻ വേണ്ടി വേണമെന്നും അതിൽ അവസാനമായി പറഞ്ഞത് ഒരു കഷ്ണം തുണിയെ അവൻ്റെ ചെറുവിരലിൽ ചുറ്റി അവൻ്റെ മൂക്കിനെ വൃത്തിയാക്കി അതിനുള്ളിലുള്ള അശണ്ടകളെ പുറത്തെടുക്കണം എന്നാണ്. വയലുഫു അലൈഹ ഖിർഖത്തൻ ഉഖറ, ഇടതു കൈയിൻ്റെ മേൽ വേറെ ഒരു തുണി കഷ്ണത്തെയും ചുറ്റണം. എന്നിട്ട് വയുനദ്ദിഫു അസിനാനഹു, മയ്യത്തിൻ്റെ പല്ലുകളെ വൃത്തിയാക്കണം. ബിസബ്ബാബത്തി, ചൂണ്ടാൻ വിരലുകൊണ്ട്. കസിവാക്കിൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ആളുകൾ മിസ്വാക്ക് ചെയ്യുന്നതുപോലെ. വൻമൻഹറഹു, മൂക്കിൻ്റെ ദ്വാരത്തെ വൃത്തിയാക്കണം. ബിൽ ഖിൻസരി, ചെറുവിരലുകൊണ്ട്. മഅ ശൈഇൻ മിനൽ മാഇ, അല്പം വെള്ളത്തോടുകൂടെ. വലാ യഫ്തഹു അസ്നാനഹു, അവൻ്റെ പല്ലുകളെ തുറക്കരുത്. അങ്ങനെ തുറന്നാൽ അല്ലാ യദ്ഖുലൽ മാഉ ജൗഫഹു, അവൻ്റെ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ആണത് തുറക്കരുത് എന്ന് പറഞ്ഞത്. ഐ ഇദാ കാനത്ത് മുത്തറാസത്തൻ, അത് ഉറച്ചു നിൽക്കുകയാണ്, പല്ലുകൾ തമ്മിൽ കൂട്ടി ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് തുറക്കാതിരിക്കൽ ഐ യുസന്നു അല്ലാ യഫ്തഹ, തുറക്കാതിരിക്കൽ സുന്നത്താണ്. ഫലോ ഖാലഫ, ഇനി അതിനെതിര് പ്രവർത്തിച്ചു. വഫതഹ, പല്ലുകളെ തുറന്നാൽ. ഫൈൻ ഉദ്ദ ഇസ്റാഅൻ, അങ്ങനെ കഷ്ടപ്പെട്ടു തുറക്കുന്നതിന് എണ്ണപ്പെട്ടു, മയ്യത്തിനെ നിസ്സാരമാക്കലായിട്ട് എണ്ണപ്പെട്ടാൽ. മാത്രവുമല്ല വസലൽ മാഉ ലി ജൗഫിഹി, ഉള്ളിലേക്ക് വെള്ളം ചേരുകയും ചെയ്താൽ ഹറുമ, അത് ഹറാമാണ്. ഇല്ല, അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം ചേരുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഫല, അപ്പോൾ ഹറാമ് വരികയില്ല. തുഹ്ഫ 3:101. ഇന്നമാ യുഫ്അലു ഹാദാ ബിൽ ഖിർഖത്തി സാനിയത്തി ലാ ബിൽ ഊല, ഇത് ചെയ്യേണ്ടത് ശരീരത്തിലെ നജസുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി രണ്ടാമതൊരു തുണി ചുറ്റുകയാണ് വേണ്ടത്. അത് ആദ്യം ചുറ്റിയ ഒരു തുണിയുണ്ട് അവനക്ക് മനോരം ചെയ്തു കൊടുക്കാൻ വേണ്ടി, ആ തുണി കഷ്ണം കൊണ്ടല്ല എന്നാണ് ശറഹു ഫദ്ൽ 2:104 പറയുന്നത്. ഇനി ചെയ്യേണ്ടത് നഖത്തിനടിയിലൊക്കെ ഉള്ള ചളി തോണ്ടിയെടുക്കുക. വയത്ബഉ ബിഊദിൻ ലയ്യിനിൻ, മയമുള്ള ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട് തോണ്ടിയെടുക്കണം. മാ തഹത അദ്ഫാരിഹി, അവൻ്റെ നഖങ്ങൾക്കടിയിലുള്ള ഒന്നിനെ. ഇല്ലം യുക്കല്ലിംഹ, ആ നഖത്തിനെ വെട്ടിയിട്ടില്ലെങ്കിൽ. വലാഹിരി ഉദ്നൈഹി വസിമാഖൈഹി, അവൻ്റെ രണ്ട് ചെവിയുടെ പുറംഭാഗത്തുള്ള ഒന്നിനെയും രണ്ട് ചെവിക്കുണ്ടിലുള്ളതായ ഒന്നിനെയും ഒക്കെ തോണ്ടിയെടുക്കണം. വല്ലൗലാ യകൂന ഫി അവ്വലി ഗസ്ലിഹി ബഅദ തൽയീനിഹാ ബിൽ മാഇ, ഏറ്റവും നല്ലത് ഇത് അവൻ്റെ അവനെ കുളിപ്പിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിൽ ആവലാണ്. ബഅദ തൽയീനിഹാ ബിൽ മായി, ഈ ഭാഗങ്ങളെ വെള്ളം കൊണ്ടൊന്ന് മയപ്പെടുത്തിയ ശേഷം.
അപ്പോൾ ഈ അഴുക്കൾ പോരാൻ എളുപ്പത്തിന് വേണ്ടി അതിനെ മയപ്പെടുത്തിയ ശേഷം ആവുക. ലിയത്തക്കറ ഗസ്ലു മാ തഹത്തഹ. എന്തിനാണ് കുളിപ്പിക്കുന്നതിൻ്റെ ആദ്യം തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നത്? നഖത്തിനടിയിലുള്ള ഒന്നിനെ ആ ഭാഗം കഴുകൽ ആവർത്തിച്ച് വരാൻ വേണ്ടിയാണ്. പിന്നെ ഇങ്ങനെ ഓരോ ഭാഗം കഴുകുമ്പോഴും ഇവിടെയൊക്കെ വെള്ളം തട്ടുമ്പോൾ അവിടുത്തെ കഴുകൽ ഇങ്ങനെ ആവർത്തിച്ച് വന്ന് കൂടുതൽ വൃത്തിയായിക്കോളും. ഈ കൊള്ളിക്കഷ്ണം കൊണ്ട് ഇങ്ങനെ തോണ്ടിയെടുക്കൽ അത് ഉജൂബാണ്. ഇൻ അലിമ അന്ന തഹത്തഹ മാ യംനഉ മിൻ ഉസൂലിൽ മായി. നഖത്തിനടിയിൽ വെള്ളം ചേരലിന് തടസ്സമായതുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അത് തോണ്ടിക്കളയണം. വയില്ല, അങ്ങനെ വെള്ളം ചേരലിന് തടസ്സമാകുന്നതൊന്നുമില്ല, എന്നാൽ അഴുക്കുണ്ടേനും എങ്കിൽ ഫനദുബൻ, അതിപ്പോൾ സുന്നത്താണ് അത് തോണ്ടിയെടുക്കൽ. ഷറഹുബാ ഫദിൽ 2:24, ഷെർവാനി 3:102-103, അസ്നൽ മത്താലിബ് 300, പേജ് 300. നഅം, എങ്കിലും ലൗ തനജ്ജസ ഫമുഹു, ഈ മയ്യത്തിൻ്റെ വായ മലിനമായി നജസായി, വകാന യൽസമുഹു തുഹുറുഹു ലൗ കാന ഹയ്യൻ, ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നവനാണെങ്കിൽ ആ വായയെ ശുദ്ധീകരിക്കൽ അവനക്ക് നിർബന്ധമായ ഒരു ഘട്ടവുമാണ്. വതവഖഫ, ആ വായ കഴുകൽ നിന്നു, അലാ ഫത്ഹി അസ്നാനിഹി, അവൻ്റെ പല്ലുകളെ തുറക്കലിൻ്റെ മേൽ. അപ്പോൾ ആ വായ നജസിൽ നിന്ന് വൃത്തിയാക്കണമെങ്കിൽ പല്ലുകൾ തുറക്കണം, അല്ലാതെ കഴിയൂല. എന്നാൽ ഉത്തുജിഹ ഫത്ഹുഹ, അതിനെ തുറക്കൽ പ്രബലമാക്കപ്പെടും. പ്രബലമായ നിലപാട് തുറക്കണം എന്നുള്ളതാണ്. വൈൻ ഉലിമ സബുഖുൽ മാഇ ഫി ജൗഫിഹി, അങ്ങനെ തുറന്ന് നജസ് വൃത്തിയാക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം മുൻകടന്നു പോകുമെന്ന് അറിയപ്പെട്ടാലും ശരി ആ വായ വൃത്തിയാക്കണം, അത് നിർബന്ധമാണ്. ഷെർവാനി 3:102. വയലുഫുഹ നദുബൻ ലി ഗസ്ലി നജാസത്തി സായിരിൽ ബദനി, ശരീരത്തിൻ്റെ മറ്റു ഏതു ഭാഗത്തുള്ള നജസുകളെയും കഴുകാൻ വേണ്ടി കയ്യിൽ തുണി ശീല ചുറ്റണം, അത് സുന്നത്താണ്. വയഗ്സിലു ഖദ്റഹു ഐളൻ, മ്ലേച്ഛമായത് നജസല്ലാത്ത മറ്റു മ്ലേച്ഛമായ വല്ലതും ഉണ്ടെങ്കിൽ അതും കഴുകണം. ലാക്കിൻ ഇന്നമാ യുഫ്അലു ഹാദാ ബിൽ ഖിർഖത്തി സാനിയത്തി ലാ ബിൽ ഊല, ഇത് രണ്ടാമതൊരു തുണി കഷ്ണം ചുറ്റിക്കൊണ്ടാണ് ചെയ്യപ്പെടേണ്ടത്, ആദ്യത്തെ തുണി കൊണ്ടല്ല. അത് ഈ മേൽപറയപ്പെട്ട വിധത്തിലുള്ള ആമുഖമായി ചെയ്യേണ്ട ഈ പ്രവർത്തനങ്ങളൊക്കെ, വയറൂഴിയലും അതുപോലെ മൂക്ക് വൃത്തിയാക്കലും പല്ല് തേച്ചു കൊടുക്കലും നഖത്തിനടിയിലുള്ള അഴുക്ക് കളയലും തുടങ്ങി മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം, ബഅദ ദാലിക കുല്ലിഹി, ഇതെല്ലാം ചെയ്ത ശേഷം, യുവദ്ദിഉഹു, അവനക്ക് വുളൂ ചെയ്തു കൊടുക്കണം. വുളൂഅൻ കാമിലൻ, പൂർണ്ണമായ ഒരു വുളൂഇനെ, ബിമദ്മദത്തിൻ വസ്തിൻഷാഖിൻ വഗൈരിഹിമാ, വായിൽ വെള്ളം കുപ്പിളിച്ചിട്ടും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയിട്ടും, വഗൈരിഹിമാ, അതല്ലാത്ത മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ, മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുക, വായിൽ വെള്ളം കുപ്പിച്ച് കളയുക, അതുപോലെ സുന്നത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടുള്ളതായ ഒരു പൂർണ്ണമായ വുളൂ. വയുമീലു ഫീഹിമാ റഅ്സഹു, ഈ രണ്ട് ഘട്ടത്തിൽ, വായിൽ വെള്ളം കുപ്പിക്കുന്ന ഘട്ടത്തിലും മൂക്കിൽ വെള്ളമാക്കുന്ന സമയത്തൊക്കെ തലയെ ഒരു ഭാഗത്തേക്ക് ചായ്ക്കണം. ലി അല്ലാ യദ്ഖുലൽ മാഉ ജൗഫഹു, ഉള്ളിലേക്ക് വെള്ളം ചേരാതിരിക്കാൻ വേണ്ടി, പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി. വമിൻ തമ്മ ലം യുന്തബ് ഫീഹിമൽ മുബാലഗത്തു, ഈ വെള്ളം ഉള്ളിലേക്ക് ചേരാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെ
വായിൽ വെള്ളം കുപ്പിച്ച് കൊടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി കഴുകുമ്പോഴൊക്കെ അതിൽ അമിതം കാണിക്കാതിരിക്കൽ സുന്നത്താണ്. അമിതം കാണിക്കൽ സുന്നത്തില്ല. ജീവിച്ചിരിക്കുന്ന ഒരാൾ വായിൽ വെള്ളം കുപ്പിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴും നോമ്പുകാരനല്ലെങ്കിൽ മുബാലകത്ത് അമിതം കാണിക്കൽ അത് സുന്നത്താണ്. അതുകൊണ്ട് ഈ മയ്യത്തിനാവുമ്പോൾ അത് സുന്നത്തില്ല എന്നാണ്. അപ്പോൾ പൂർണ്ണമായ ഒരു ഉളു ചെയ്തു കൊടുക്കണം. കൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പൂർണ്ണമായ ഉളു എങ്ങനെ ചെയ്യുന്നുണ്ടോ അതുപോലെ. വലായുഗ്നി അൻഹുമ മാമറ, ഈ വായിൽ വെള്ളം കുപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി വിടുക എന്നുള്ളതിനെ തൊട്ട് ആവശ്യമില്ലാതെയാക്കൂല മേൽ പറയപ്പെട്ട ഒരു കാര്യം. മേൽ പറയപ്പെട്ടത് എന്താണ്? പല്ല് തേച്ചു കൊടുത്തു, അതുപോലെ തന്നെ മൂക്കിലുള്ള അശണ്ടകൾ നീക്കം ചെയ്തു, അതൊന്നും ഇതിന് ബാധകം അല്ല. ഇത് വേറെയാണ്. ബൽ സിവാക്കും വ തൻദീഫുൻ, അത് മിസ്വാക്ക് ചെയ്യും പോലെയാണ്, മറ്റ് ശുദ്ധീകരിക്കലും. സുമ്മ വദ്ദഅഹു സലാസൻ സലാസൻ കൽ ഹയ്യ് എന്നാണ് ചില കിതാബുകളിലുള്ളത്. ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് വുളൂ ചെയ്യും പോലെ എല്ലാം 3 വട്ടമായി ചെയ്യണം. തുഹ്ഫ ഷർവാനി സഹിതം 3,103, ഫത്ഹുൽ അല്ലാമ് 3,183, ഫത്ഹുൽ വഹാബ് 1,159, ഹാഷിയത്തുൽ ജർഹസി അലൽ മൻഹജിൽ ഖവീം 539. ഈ വുളൂ ചെയ്തു കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് പ്രബലമായ വീക്ഷണം. വതജിബു നിയ്യത്തു ഫി ഹാദൽ വുളൂഇ അലൽ മുഅ്തമദ്, മുഅ്തമദ് അനുസരിച്ചുകൊണ്ട് ഈ വുളൂഇൽ നിയ്യത്ത് നിർബന്ധമാണ്. ഷർവാനി 3,103, ഫത്ഹുൽ അല്ലാം 3,183. ഫയഖൂലുല്ലദീ യുവദ്ദിഉഹു, അപ്പോൾ ഈ മയ്യത്തിന് വുളൂ ചെയ്തു കൊടുക്കുന്നവൻ പറയണം എന്ന് പറഞ്ഞാൽ കരുതണം, നവൈത്തുൽ വുളൂ അൽ മസ്നൂന ലിഹാദൽ മയ്യത്തി, ഈ മയ്യത്തിന് സുന്നത്തായ വുളൂഇനെ ഞാൻ കരുതി. ഷർവാനിയിൽ ആ നിയ്യത്തിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്. ജമൽ 2,146 ഫത്തുൽ അല്ലാമിലൊക്കെ ഉണ്ട്. കല്ലൂബി പറയുന്നു, വഅതമദ ശൈഖുന സിയാദിയു നദ്ബഹ, ശൈഖുന സിയാദി റഹ്മഹുല്ലാ പ്രബലമാക്കിയിട്ടുള്ളത് ഈ നിയ്യത്ത് സുന്നത്താണെന്നതിനെയാണ്. കൽ ഗുസ്ലി വ തയമ്മുമി, കുളിപ്പിക്കുന്ന സമയത്തും തയമ്മം ചെയ്യുന്ന സമയത്തൊക്കെ ആ നിയ്യത്ത് സുന്നത്താണല്ലോ. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന് തയമ്മം ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ. വയക്ഫീഹി നിയ്യത്തു സുന്നത്തിൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തിനെ കരുതൽ മതിയാകും. കുളിക്കുള്ള ആ സുന്നത്തായ നിയ്യത്ത് മതി, വുളൂഇ നിയ്യത്ത് വേണ്ട എന്നൊക്കെ കല്ലൂബി പറഞ്ഞിട്ടുണ്ട്. ഫത്തുൽ അല്ലാമിൽ 3,183 അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ വുളൂ സുന്നത്താണെങ്കിലും നിയ്യത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കടങ്കഥ എന്ന രൂപത്തിൽ പറയാറുണ്ട്, ലനാ ഷൈഉൻ വാജിബുൻ വ നിയ്യത്തുഹു സുന്നത്തുൻ വ ഷൈഉൻ സുന്നത്തുൻ വ നിയ്യത്തുഹു വാജിബത്തുൻ. നമുക്ക് ഒരു സംഗതിയുണ്ട്, അത് നിർബന്ധമായ സംഗതിയാണ്, പക്ഷെ അതിന് നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. എന്നാൽ സുന്നത്തായ ഒരു സംഗതിയുണ്ട്, അതിൻ്റെ നിയ്യത്തോ നിർബന്ധവുമാണ്. മയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ്, എന്നാൽ നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ. ആ കുളിക്ക് വുളൂ ചെയ്യൽ സുന്നത്തേ ഉള്ളൂ, പക്ഷെ അതിന് നിയ്യത്ത് നിർബന്ധവുമാണ് എന്നർത്ഥത്തിൽ. ഫത്ഹുൽ അല്ലാം 3,182.
وينبغي أن يأتي الغاسل بعد وضوء الميت وغسله. മയ്യത്ത് കുളിപ്പിച്ച ശേഷം മയ്യത്തിന് ഉളു എടുത്ത് കൊടുത്ത ശേഷമൊക്കെ കുളിപ്പിക്കുന്നയാൾ കൊണ്ടുവരൽ അത്യാവശ്യമാണ്. ബി ദിക്രിൽ ഉളു ഇബാദഹു, ഉളുവിൻ്റെ ശേഷം ഉളുവിൻ്റെ ദിക്ർ കൊണ്ടുവരുന്ന ആ ദിക്ർ. അപ്പോൾ ഉളുവിൻ്റെ ദിക്ർ കൊണ്ടുവരിക, ഉളുവിൻ്റെ ശേഷം നമ്മൾ ചെല്ലാറുള്ള ദിക്ർ. വകദാബി ദുആഇൽ അഅ്ളാ, ഇപ്രകാരം തന്നെയാണ് അവയവങ്ങൾക്കുള്ള ദുആയുണ്ട്, ആ ദുആയും ഇവിടെ കൊണ്ടുവരൽ സുന്നത്താണ്. വയുസന്നു, അപ്പോൾ പറയണം, സുന്നത്താണ്. എന്ത് പറയൽ? ഇജ്അൽഹു മിനത് തവ്വാബീന എന്ന് പറയാം. അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീന എന്നൊക്കെ പറഞ്ഞെടുത്ത് അല്ലാഹുമ്മ ഇജ്അൽഹു മിനത് തവ്വാബീന, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽനി വഇയ്യാഹു എന്ന് പറയാം. ഇത് വുളൂഇൻ്റെ ശേഷം മയ്യത്തിൻ്റെ കുളിപ്പിക്കൽ കഴിഞ്ഞ ശേഷമായി ബഅദ കുല്ലി മിൻഹുമാ, കുളി വുളൂ ഇതൊക്കെ കഴിഞ്ഞാൽ സുന്നത്താണ്. അല്ലെങ്കിൽ ഇജ്അൽഹു മിനത് തവ്വാബീന എന്ന് പറയാ, അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽനി വഇയ്യാഹു മിനത് തവ്വാബീന എന്ന് പറയാ. ആ ദുആയിലെ തുഹ്ഫ 306 ഷെർവാനി സഹിതം ബിളിയ 84. വുളൂഇ ചെയ്ത് കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ സുമ്മ ബഅദ ദാലിക ഗസല റഅസഹു, ഇതിൻ്റെയൊക്കെ ശേഷം പിന്നെ ഈ കുളിപ്പിക്കുന്ന വ്യക്തി ഇവൻ്റെ തല കഴുകണം. വുളൂഇൻ്റെ ശേഷമാണ് കുളിയുടെ തുടക്കം വരിക. അപ്പോൾ തല കഴുകുക. സുമ്മ ലിഹിയത്തഹു, പിന്നെ താടി കഴുകുക. ബിസിദിരിൻ, താളി കൊണ്ട്. ഔ നഹ്വിഹി, അതല്ലെങ്കിൽ താളി പോലോത്തത് കൊണ്ട്. താളി പോലോത്തത് കൽ ഖിത്മിയി വസ്സാബൂനി എന്ന് കാണാം. ഖിത്മിയി എന്ന് പറഞ്ഞാൽ താളിച്ചെടി എന്നർത്ഥം, അതല്ലെങ്കിൽ ഒരു തരം തുണി എന്നൊക്കെ അർത്ഥം അതിന് കാണുന്നുണ്ട്. എന്താണെങ്കിലും തലയിൽ നിന്ന് അഴുക്ക് കൂടുതൽ പോകാൻ സൗകര്യപ്രദമായ സാധനങ്ങളാണ്. വസ്സാബൂനി, സോപ്പ് പോലെ. ഈ താളി പോലെ കൊണ്ട് ഉദ്ദേശം സാബൂന്, സോപ്പും പൊടും. വസ്സിദ്റു ഔല, താളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം തലയാണ് കഴുകേണ്ടത്, പിന്നെ താടിയാണ് കഴുകേണ്ടത്, താടിയുള്ള ആൾക്കാരാവുമ്പോഴേ. വലായൻ ആക്കിസു, വിപരീതം ചെയ്യരുത്. ആദ്യം താടി കഴുകുക പിന്നെ തല കഴുകുക എന്നുള്ളത് ചെയ്യരുത്. ലി അല്ലാ യൻസിലൽ മാഉ മിൻ റഅസിഹി ഇലാ ലിഹിയതിഹി, കാരണം വെള്ളം തലയിൽ നിന്ന് വീണ്ടും താടിയിലേക്ക് ഇറങ്ങും. ഫയഹ്താജു ഇലാ ഗസ്ലിഹ, വീണ്ടും ആ താടി കഴുകൽ ആവശ്യമായി വരും. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടത് ആദ്യം തല പിന്നെ താടി, അങ്ങനെ കഴുകി പോകണം. തുഹ്ഫ 103 ഷെർവാനി സഹിതം ഫത്തുഹുൽ വഹാബ് 159 മൻഹജു തുല്ലാബ് ഇവയിലൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷർഹുൽ മൻഹജിലും. തലയും താടിയും കഴുകിയ ശേഷം വയുസദ്ദിഹുമാ ബിരിഫ്ഖിൻ ബിമുഷ്തിൻ വാസിഇൽ അസ്നാനി, പല്ല് വിശാലമായ ഒരു ചീർപ്പ് കൊണ്ട് മയത്തിൽ താടി, തല ഇവയെ എന്ന് പറഞ്ഞ ഐ ശുഊറഹുമ, അവയുടെ മുടികളെ വാരൽ സുന്നത്താണ്. വാരുക, ഈരുക എന്നൊക്കെ പറയും. ഈ പല്ല് വിശാലമായ ചീർപ്പാകണം എന്ന് പറഞ്ഞത് എന്തിനാൽ? യഖില്ലൽ ഇൻതിതാഫു ഔ യൻഅദിമ, മുടി പറഞ്ഞു പോരൽ കുറയാൻ വേണ്ടി, അതല്ലെങ്കിൽ തീരെ പോരാതിരിക്കാൻ വേണ്ടി. തീരെ മുടി പറയാതിരിക്കുക എന്നുള്ളത് ഇല്ലാതിരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ കുറയാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് ഇങ്ങനെ വാരണം എന്ന് പറഞ്ഞത്? ഇൻ തലബദത്ത്,
ഈ മുടികൾ രോമം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കമക്തല്ലാഹു കലാമുൽ മജ്മൂഇൻ്റെ കലാം അങ്ങനെ തേടുന്നു. ലിസാലത്തി മാഫി ഉസൂലിഹിമ, ആ താടി തല ഇവയുടെ മുടികളിൻ്റെ മുരടുകളിലുള്ള ഒന്നിനെ നീക്കം ചെയ്യാൻ വേണ്ടി. കമാഫിൽ ഹയ്യി, ജീവിച്ചിരിപ്പുള്ളവരിൽ അങ്ങനെ ചെയ്യുന്നത് പോലെ. പിന്നെ ഈ തുഹ്ഫ ഇവിടെ രോമം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ വാരൽ സുന്നത്താന്ന് പറഞ്ഞത്. അതുതന്നെയാണ് മുഹമ്മദ് റംലി തങ്ങളും പറയുന്നത്. അൽ മുഅ്തമദു അന്ന തലബ്ബുദ ഷർത്തുൻ ലി തസ്രീഹി മുത്ലഖൻ. മുത്തലക്കൻ നിലക്ക് ഇത് വാരലിനുള്ള ഷർത്താണ് മുടി ഒട്ടിപ്പിടിക്കുക എന്നുള്ളത്. അപ്പം അതില്ലെങ്കിൽ അത് വേണ്ട എന്നാണ് ഇവരൊക്കെ പറയുന്നത്. മറ്റു ചില ഇമാമുകൾ ഏത് നിലക്കാണെങ്കിലും വാരണം എന്ന് പറയുന്നവരുണ്ട്. ഏതോ ആവട്ടെ. തുഹ്ഫ 3:103 ഷർവാനി സഹിതം.